പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം ഈ വചന ശുശ്രൂഷ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. അമ്മേ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അമ്മയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നത് വിവാഹമെന്ന കൂദാശയിലേക്കാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തരികയാണ് സൃഷ്ടികർമ്മം നടത്തുന്ന കൂദാശ. ബാക്കി 6 കൂദാശകളെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6 കൂദാശയുടെയും പ്രാധാന്യവും ബഹുമാനവും എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. എന്നാൽ അതിന് തുല്യമായിട്ടുള്ള വിവാഹമെന്ന കൂദാശയുടെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ പലരും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. വേണ്ടത്ര വിശുദ്ധിയോടെയോ ഗൗരവത്തോടെയോ ഈ കൂദാശയെ സമീപിക്കുന്നില്ല. അപ്പോൾ ഈ കൂദാശയുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. ബാക്കി 6 കൂദാശകളും യേശുക്രിസ്തുവാണ് സ്ഥാപിച്ചതെങ്കിൽ ഒരു കാര്യം വ്യത്യസ്തമാക്കുന്നത് വിവാഹമെന്ന കൂദാശ ഉൽപ്പത്തിയിലെ പിതാവാം ദൈവം, യഹോവയാം ദൈവം ഏദൻ തോട്ടത്തിൽ സ്ഥാപിച്ചു എന്നുള്ളതാണ്. ദൈവം മണ്ണിൽ നിന്നും മെനഞ്ഞെടുത്ത ആദമെന്ന തൻ്റെ മകനെ തൻ്റെ ജീവശ്വാസം ഊതിക്കൊണ്ട് അവന് തൻ്റെ ആത്മാവിന് നൽകിക്കൊണ്ട് തന്നെ കാണുവാനും കേൾക്കുവാനും തൻ്റെ കൂടെ നടക്കുവാനും കൂടെ ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അവന് കൂട്ടായി പല പക്ഷികളും മൃഗങ്ങളും ഉണ്ടായിരുന്നു. അവന് തിന്നാനും കുടിക്കാനുമായി ദൈവം എല്ലാം കൊടുത്തു. എങ്കിലും അവ എന്തോ തേടിക്കൊണ്ടിരിക്കുന്നതായിട്ട് ദൈവം കണ്ടു. ദൈവത്തിന് കാര്യം മനസ്സിലായി. ആദത്തിനൊരു കൂട്ട് വേണമെന്ന് ദൈവത്തിന് തീരുമാനമുണ്ടായി. ദൈവം ആദത്തെ ഉറക്കെ കിടത്തിയിട്ട് അവൻ്റെ വാരിയെല്ല് എടുത്തുകൊണ്ട് ആ വാരിയെല്ലിൽ മാംസം നിറച്ച് ഹൗവയെ സൃഷ്ടിച്ചുകൊണ്ട് അവന് ഒരു കൂട്ടാളിയെ നൽകുന്നു. ഉറക്കത്തിൽ നിന്നും ഉണർന്ന ആദം തൻ്റെ മുന്നിൽ മറ്റൊരു വ്യക്തിയെ, തന്നെപ്പോലെയുള്ളൊരു മനുഷ്യനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ പറഞ്ഞു, ഹായ് വാവ്, ഹൗവ എന്നുള്ള പേര് വന്നു. അവൾ ജീവനുള്ള എല്ലാവരുടെയും മാതാവായി തീർന്നു. ആദ്യത്തെ സ്ത്രീയായി പുരുഷനിൽ നിന്നും ദൈവം സൃഷ്ടിച്ച ഹൗവ. ഹൗവയെ കണ്ടപ്പോൾ ആദത്തിന് ഒത്തിരി സന്തോഷം തോന്നി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇവൾ നാരിയാണ്, നരലിൽ നിന്നെടുക്കപ്പെട്ടതുകൊണ്ട്. ആദത്തിൻ്റെ ആ സന്തോഷം അധികനാൾ നീണ്ടു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. താൻ സ്നേഹിച്ച ഹൗവ പാമ്പ് കൊടുത്ത പഴം അത് ഭക്ഷിച്ചുകൊണ്ട് ആദത്തെയും പാപം ചെയ്യിച്ച് ദൈവത്തിൻ്റെ സ്നേഹവലയത്തിൽ നിന്നും അകറ്റിക്കഴിഞ്ഞപ്പോൾ ആദം ഹൗവയെ കുറ്റപ്പെടുത്തുന്നു. ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ, നീ എനിക്ക് ഈ കൂട്ടിന് തന്ന സ്ത്രീ എന്നെ പറ്റിച്ചു, അതുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് എന്ന്. ഇതൊക്കെ തന്നെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന പല വ്യക്തികളുടെയും അവസ്ഥ എന്ന് പറയുന്നത്. ദൈവത്തോടൊപ്പം ദൈവം സ്ഥാപിച്ച, ദൈവം കൂടെ നിന്ന് നടത്തിത്തരുന്ന വിവാഹം ഇന്നത്തെ നമ്മുടെ തലമുറയിലും കഴിഞ്ഞ തലമുറയിലെല്ലാം നമുക്ക് കാണുമ്പോൾ പള്ളിയിൽ വെച്ചുള്ള ഒരു മനോഹരമായ വിവാഹ ചടങ്ങ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ചിലർ സ്വയം ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നു, ചിലർക്ക് വീട്ടുകാർ കണ്ടെത്തി കൊടുക്കുന്നു. എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ദൈവമാണ് ഒരു ജീവിത പങ്കാളിയെ തരുന്നത്. ദൈവം അനാദിയാൽ തിരഞ്ഞെടുത്ത് തരുന്നതാണ് ഇന്ന വ്യക്തിക്ക് ഇന്നയാളെ എന്നുള്ള കാര്യം. ഇങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങി ദേവാലയത്തിൽ വന്ന് ദൈവത്തിൻ്റെ പുരോഹിതനായ വൈദികൻ നടുക്ക് നിന്ന് ദൈവനാമത്തിൽ ഒന്നിച്ച് ചേർത്ത് വിടുന്ന, അനുഗ്രഹിച്ചു വിടുന്ന കർത്താവായ യേശുക്രിസ്തു നടുക്ക് നിന്ന് ഉള്ള ഒരു ജീവിതം തുടങ്ങുന്നു. ദേവാലയത്തിലും തുടങ്ങുന്ന ജീവിതം, ദൈവത്തെ കൂട്ടുനിർത്തി നടക്കുന്ന ജീവിതം. ആത്മീയമായ ചടങ്ങ് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പിന്നെ പ്രാർത്ഥന വിട്ടുപോകുന്നു, ദൈവത്തെ അങ്ങ് മാറ്റി നിർത്തുന്നു. പിന്നെ പലപ്പോഴും മനുഷ്യൻ്റെ നിയന്ത്രണത്തിലാണ്, മറ്റുള്ളവർ ഡയറക്റ്റ് ചെയ്യാണ്. ഫോട്ടോ എടുക്കേണ്ടത് എങ്ങനെ, വീഡിയോ എടുക്കേണ്ടത് എങ്ങനെ, ആർക്കെല്ലാം സ്തുതി കൊടുക്കണം, എന്തെല്ലാം കാഴ്ച കൊടുക്കണം, എന്തെല്ലാം പരിപാടികൾ ചെയ്യണം, എന്തെല്ലാം കണക്കൂട്ടലുകളാണ്, എവിടെല്ലാം പോകണം, എങ്ങനെയെല്ലാമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയെല്ലാമാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആലോചനകൾ, പദ്ധതികൾ
മനുഷ്യൻ മെനയുന്നു. നോക്കുക, ഒരു കുഞ്ഞ് ജന്മം കൊണ്ട് മാമോദീസ, സ്ഥൈലേപനം, കുംഭസാരം, കുർബാന, അതുപോലെ തന്നെ വിവാഹത്തിലേക്ക് കടന്നു വരുന്നു. ഇവിടെയെല്ലാം ദൈവത്തെ കൂട്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ വളർന്നു വലുതായി സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ, സ്വന്തമായി ഒരു ജീവിതം തുടങ്ങുമ്പോൾ, ആദ്യം ദൈവത്തെ കൂട്ടി ദേവാലയത്തിൽ നിന്ന് തുടങ്ങുന്ന ജീവിതം പലരും പിന്നീട് അവസാനം പെട്ടിയിൽ കുഴിയിലേക്ക് എടുക്കാൻ നേരത്താണ് പിന്നെ ദേവാലയത്തിൽ കയറുന്നത്. പിന്നെ ചിലർ കുട്ടികളുണ്ടായി മാമോദിസയുടെ സമയത്തായിരിക്കും പള്ളി വരുന്നത്, ചിലർ ആദ്യ കുർബാനയ്ക്കായിരിക്കും, ഇനി ചിലർ വരുന്നത് മക്കളുടെ വിവാഹത്തിൻ്റെ സമയത്തായിരിക്കും ദൈവത്തോട് ആലോചന ചോദിക്കാനും ദൈവത്തിന് നന്ദി പറയാനും ദേവാലയത്തിൽ വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാതെ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു. താലി കെട്ടി വീട്ടിലെത്തുന്നവർ കൂദാശ എന്ന വിവാഹം എന്ന കൂദാശ ദേവാലയത്തിൽ നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ വീട്ടുകാർ ചേർന്ന് മനസമ്മതം നടത്തി ദേവാലയത്തിൽ നടത്തി വിശുദ്ധ കുർബാന, താലികെട്ട്, വിശുദ്ധ കുർബാന അർപ്പണം, ബലിയർപ്പണം എല്ലാം കഴിഞ്ഞു. എന്നാൽ വീട്ടിൽ വന്ന് തുറന്നു പറഞ്ഞാൽ ആദ്യ രാത്രി തുടങ്ങുമ്പോൾ എത്ര ഭാര്യമാരും ഭർത്താക്കന്മാരും പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ കൂടെ നിർത്തിക്കൊണ്ട് സൃഷ്ടികർമ്മത്തിലേക്ക് കടക്കുന്നു. ഇതാണ് ചോദ്യം. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ വെറും മാംസങ്ങൾ അല്ലെങ്കിൽ ജഡത്തിന്റെ വ്യാപാരമുള്ളവരായിത്തീരുന്നത്. അഭിഷേകമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അപ്പനും അമ്മയും ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ കൂട്ടി ജന്മം കൊടുക്കുമ്പോൾ അഭിഷേകമുള്ള അഭിഷിക്തരായ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ കാണുന്നുണ്ട് മൃഗങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത്. ആൺപട്ടിയും പെൺപട്ടിയും ഇണ ചേർന്നുണ്ടാകുന്നത് പട്ടിക്കുഞ്ഞ്, ആൺപൂച്ചയും പെൺപൂച്ചയും ചേർന്ന് ഇണ ചേർന്നുണ്ടാകുന്നത് ഒരു പൂച്ചക്കുഞ്ഞ്. ഒരു പുരുഷനും സ്ത്രീയും പ്രാർത്ഥിക്കാതെ ഇണ ചേർന്ന് കൂദാശയിലല്ലാതെ ജന്മം കൊടുക്കുമ്പോൾ തിരിച്ചറിയുക അഭിഷേകമില്ലാത്ത കുഞ്ഞാണെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നു മുതൽ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണം, ഇതൊരു കൂദാശ ജീവിതമാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ കൂട്ടിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. എല്ലാ കൂദാശയുടെയും നടുക്ക് കർത്താവാണ്, യാതൊരു സംശയവുമില്ല. മാമോദിസയായിക്കോട്ടെ, സ്ഥൈര്യലേപനമായിക്കോട്ടെ, കുംഭസാരമായിക്കോട്ടെ, കുർബാനയായിക്കോട്ടെ, രോഗിലേപനമായിക്കോട്ടെ, തിരുപ്പട്ടമായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ. എന്തേ വിവാഹത്തിന്റെ കാര്യം വരുമ്പോൾ ഒരു മാറ്റം വരുന്നു. ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു വൈദികൻ ജനിക്കുന്നത്, ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു കന്യാസ്ത്രീ ജനിക്കുന്നത്. രാജ്യം ഭരിക്കുന്നവനും രാജ്യം നശിപ്പിക്കുന്നവനും ബോംബ് വയ്ക്കാൻ നടക്കുന്നവനും ഗുണ്ടായുസം നടത്തുന്നവനും കള്ളന്മാരും സകല പാപം ചെയ്ത് നടക്കുന്നവരും എല്ലാം ഉണ്ടാകുന്ന എവിടുന്നാ? കുടുംബത്തിൽ നിന്നല്ലേ. നമ്മൾ സാമൂഹ്യ വിരുദ്ധരെ കാണുമ്പോൾ, കൊടും പാപം ചെയ്ത് നടക്കുന്നവരെ കാണുമ്പോൾ, പത്രത്തിൽ പലരുടെയും പേരുകളും ഫോട്ടോയും കാണുമ്പോൾ നമ്മൾ അവർക്ക് ജന്മം കൊടുത്തവരെ പഴി പറയാറുണ്ട്. ഒരിക്കലും അവർ ആഗ്രഹിച്ചിട്ടായിരിക്കില്ല അവർ ഈ അവസ്ഥയിലേക്ക് കടന്നു വന്നത്. ജയിലുകളിൽ പോയി നടക്കുക, അല്ലെങ്കിൽ പല കേസിൽപ്പെടുന്നവരുടെ ജീവിതം എടുത്ത് പഠിച്ചു നോക്കുക. അവർ ഒരിക്കലും ആഗ്രഹിച്ചിട്ടായിരിക്കില്ല അവർ ഈ അവസ്ഥയിലേക്ക് കടന്നു വന്നത്. അവരെ ഇതിൽ നയിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. കുടുംബം, സമൂഹം ഒന്നുചേർന്ന് വ്യക്തികളെ തിന്മയിലേക്ക് നയിച്ചു വിടുന്നു. ഇതിൻ്റെ അടിസ്ഥാന കാരണം പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നില്ല, കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിൽ വളർത്തുന്നില്ല, കുഞ്ഞുങ്ങളെ മര്യാദ പഠിപ്പിക്കുന്നില്ല, കുഞ്ഞുങ്ങളെ ദൈവത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നില്ല, പള്ളിയിൽ വിടാനോ കൂദാശയ്ക്ക് താല്പര്യമുണ്ടാക്കുന്ന രീതിയിൽ മാതാപിതാക്കൾ നല്ല ജീവിതം നയിക്കുന്നില്ല. കുഞ്ഞുങ്ങളോട് പോയി വെറുതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പനും അമ്മയും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് കുഞ്ഞുങ്ങൾ കാണണം. എത്ര കുടുംബങ്ങളിലുണ്ട് അപ്പനും അമ്മയും ഒന്നിച്ച് പള്ളിയിൽ പോകുന്നത്, ഒന്നിച്ച് കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന എത്ര കുടുംബങ്ങളുണ്ട്. മക്കളോട് പള്ളിയിൽ പോടാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം പള്ളിയിൽ പോകാതെ മോനെ നീ പള്ളിയിൽ പോടാ, വല്ല കാര്യമുണ്ടോ? അപ്പം കുമ്പസാരിക്കാതെ മോനോട് പോയി കുമ്പസാരിക്കാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതാദ്യം അപ്പനും അമ്മയും ചെയ്യണം. ഇത് കണ്ടാണ് മക്കൾ വളരേണ്ടത്. അപ്പനും അമ്മയും പരസ്പരം സ്നേഹിക്കുന്നത്, പരസ്പരം അംഗീകരിക്കുന്നത്, പരസ്പരം വിധേയപ്പെട്ട് നിൽക്കുന്നത്, സ്നേഹത്തിൽ വളരുന്ന കുടുംബങ്ങളായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ. പലപ്പോഴും അങ്ങനല്ല. ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ താല്പര്യം കൊടുക്കാറുണ്ട്. സിനിമ കാണുന്നില്ല, സീരിയൽ കാണുന്നില്ല, നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന എല്ലാ കാര്യത്തിൽ, ശരീരത്തിന് സന്തോഷം കിട്ടുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധ വയ്ക്കും. കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കും, നല്ല ഉടുപ്പ് മേടിച്ചു കൊടുക്കും, നല്ല ഷൂ മേടിച്ചു കൊടുക്കും, നല്ല കളിപ്പാട്ടം മേടിച്ചു കൊടുക്കും, നല്ല വിദ്യാഭ്യാസം കൊടുക്കും. പക്ഷെ കർത്താവിനെ കൊടുക്കാൻ മറന്നു പോകുന്നു, വചനം പഠിപ്പിക്കാൻ മറന്നു പോകുന്നു, കൂദാശയിൽ വളർത്താൻ മറന്നു പോകുന്നു, മുതിർന്നവരെ ബഹുമാനിക്കാൻ മറന്നു പോകുന്നു, പൊതുമുതൽ നശിപ്പിക്കരുന്ന് പഠിപ്പിക്കാൻ മറന്നു പോകുന്നു, മറ്റുള്ളവരോട് ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും താങ്ക്സും പറയാൻ, പ്ലീസ് പറയാൻ, മുതിർന്നവരെ കണ്ടാൽ എഴുന്നേൽക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്. ജീവിതമാണ് പഠിപ്പിക്കേണ്ടത്. എത്രമാത്രം വിദ്യാഭ്യാസം വർദ്ധിക്കുന്നു, എന്തുമാത്രം ലോകം ടെക്നോളജിയിൽ മുന്നോട്ട് പോകുന്നു, എന്തെല്ലാം ടെക്നോളജികളാണ് നമ്മൾ കാണുന്നത്, എന്തെല്ലാം നമ്മൾ അനുഭവിക്കുന്നു. പക്ഷെ മനുഷ്യന് സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നു, സഹകരണം നഷ്ടപ്പെട്ടു പോകുന്നു, സഹായിക്കാൻ ആരുമില്ല, അപകടത്തിൽപ്പെട്ട് വഴിയിൽ കിടന്നാലും തിരിഞ്ഞു നോക്കുന്നില്ല. കൺമുന്നിൽ നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുമ്പോഴും, കൺമുന്നിൽ എന്ത് അക്രമം നടന്നാലും അനീതി നടന്നാലും സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ നമ്മൾ മറന്നു പോകുന്നു.
മനുഷ്യനെ ഭയക്കുന്നു, അധികാരത്തെ ഭയക്കുന്നു. ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് പ്രയോജനം? മനുഷ്യനെ മനുഷ്യനാക്കാൻ പറ്റാത്ത, സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത, സഹായിക്കാൻ പഠിപ്പിക്കാത്ത, നന്മ ചെയ്യാൻ പഠിപ്പിക്കാത്ത എന്ത് ഫിലോസഫി? മനുഷ്യന് വിശക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കാതെ അവൻ്റെ മുന്നിൽ പുസ്തകം വെച്ച് ഫിലോസഫി പറഞ്ഞാൽ വിശപ്പ് മാറുമോ? ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കരം നീട്ടുന്നവൻ്റെ മുന്നിൽ അവന് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തിട്ട് വേണം അവനോട് പ്രാർത്ഥിക്കാൻ പറയാനും അവൻ്റെ മുന്നിൽ ഫിലോസഫി പറയാനും. നമ്മുടെയെല്ലാം മുന്നിൽ തൊട്ടടുത്ത് അയൽവക്കത്ത് എത്ര പേര് പട്ടിണിയിൽ, ബുദ്ധിമുട്ടിൽ, കഷ്ടപ്പാടിൽ കിടക്കുമ്പോൾ നമ്മൾ സുഭിക്ഷതയിൽ ജീവിക്കുന്നു. ഉള്ളത് പങ്കുവെക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് സമ്പത്തും ആരോഗ്യവും എല്ലാം തരുന്നത്. ഇതൊന്നും ചെയ്യാനായിട്ട് നമുക്ക് മനസ്സ് വരുന്നില്ല. എന്തുകൊണ്ട്? ഇത്രയും ലോകം മുന്നോട്ട് പോയിട്ടും എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. കുടുംബങ്ങളിൽ പ്രശ്നം, സമൂഹത്തിൽ പ്രശ്നം, രാജ്യങ്ങളിൽ പ്രശ്നം. എന്തെല്ലാം ഭിന്നതകളാണ് ദൈവത്തിൻ്റെ പേരിൽ, എന്തിൻ്റെ എല്ലാം പേരിലാണ് ഭിന്നതകൾ നടക്കുന്നത്? എന്തെല്ലാം അക്രമങ്ങൾ, അനീതികൾ നടക്കുന്നു, അഴിമതികൾ നടക്കുന്നു. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഇതിൻ്റെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബത്തിൽ നിന്നാണ് ഈ പറഞ്ഞ എല്ലാ വ്യക്തികളും വരുന്നത്. എല്ലാ ഫോർമേഷനും നടക്കുന്ന കുടുംബത്തിലാണ്. ഒരു വൈദികൻ സെമിനാരിയിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ്റെ ആദ്യത്തെ സെമിനാരി എന്ന് പറയുന്നത് കുടുംബമാണ്. അവൻ്റെ അപ്പനും അമ്മയുമാണ് അവനെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കുന്നത്, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്, പള്ളിയിൽ പറഞ്ഞു വിടുന്നത്. ആദ്യത്തെ ഫോർമേഷൻ കുടുംബത്തിൽ നിന്നാണ്. സാമൂഹിക പ്രവർത്തനം നടത്തുന്നവരായിക്കോട്ടെ, എന്ത് വലിയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് വീട്ടിൽ നിന്നാണ്. നല്ല ഫോർമേഷനാണ് അപ്പനും അമ്മയും കൊടുത്തതെങ്കിൽ ആ വ്യക്തി നല്ലൊരു മനുഷ്യനായിട്ട് വളർന്നു വരും. യേശുക്രിസ്തുവിനെ പിടിച്ച് കുരിശേ കയറ്റി, അതിനു മുമ്പ് നല്ല ഒന്നാന്തര ഇടിയും ചതയും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇതാ മനുഷ്യൻ. നമുക്കിട്ട് തോണ്ടിക്കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനാണോ പിശാചാണോ എന്താണെന്ന് നിമിഷത്തിൽ മനസ്സിലാവും. ദേഹം നൊന്ത് കഴിയുമ്പോൾ വിശുദ്ധന്മാരെല്ലാം അശുദ്ധന്മാരാകാനായിട്ട് ആദ്യം സമയമൊന്നും വേണ്ട. യേശുക്രിസ്തുവിൻ്റെ ഒരു കണ്ണം തെളിച്ചപ്പോൾ മറ്റേ കണ്ണം കാണിച്ചു കൊടുത്ത്. ഇന്ന് ക്രിസ്ത്യാനിയായി എന്നെ നിങ്ങളെ ഒന്ന് തല്ലി നോക്കട്ടെ. ഒന്ന് കാണിച്ചു കൊടുക്കും, തിരിച്ച് 10 തിരിച്ചു കൊടുക്കും. അതാണ് നമ്മുടെ അവസ്ഥ. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമുക്ക് ജന്മം തന്നപ്പോൾ മുതലുള്ള പ്രശ്നമാണ്. ഇന്ന് നമ്മുടെ കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ കുടുംബത്തിലെല്ലാം നടക്കുന്നൊരു വലിയൊരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യതയ്ക്ക് വേണ്ടിയുള്ളൊരു മത്സരമാണ് നടക്കുന്നത്. ദൈവത്തിൻ്റെ ക്രമീകരണം അറിയാതെ സ്ത്രീയും പുരുഷനും തമ്മിൽ മത്സരിക്കുകയാണ്. ആരാണ് വലുത്, ആർക്കാണ് അധികാരം കൂടുതൽ, ആർക്കാണ് പവർ കൂടുതൽ. ഈ തുല്യതയ്ക്ക് വേണ്ടിയുള്ള മത്സരമാണ് വലിയ പ്രശ്നത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം എഫേസോസ് 5:22 മുതൽ 33 വരെയുള്ള വചനം ഞാൻ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ വചനഭാഗമൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ശ്രദ്ധിച്ച് കേട്ടോണം ഭാര്യമാർ കേട്ടോ. ദൈവത്തിൻ്റെ വചനം മാറ്റി എഴുതാൻ പറ്റത്തില്ലല്ലോ. പണ്ട് എഴുതി വെച്ചത് കാലം മുന്നോട്ട് പോകുമ്പോൾ സ്ത്രീയും പുരുഷനും തുല്യമായി വരുമ്പോൾ ഈ എഴുതിയ വചനം മാറ്റി എഴുതാൻ പറ്റത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന് എത്ര സ്നേഹം കൊടുക്കുന്നോ, എത്ര ബഹുമാനം കൊടുക്കുന്നോ, എത്ര അനുസരണം നിങ്ങൾ കൊടുക്കുന്നോ, അതേപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കണം. ഇത് വലിയ പാടാണേ. അതാണ് സകല പ്രശ്നത്തിൻ്റെയും കാരണം. വിവാഹം കഴിഞ്ഞ് അധിക ദിവസത്തിന് മുമ്പേ അടി തുടങ്ങുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ്. ഭർത്താവ് പറയുന്നത് അനുസരിക്കുവാനോ വിധേയപ്പെട്ട് ജീവിക്കാനോ ഒരു ഭാര്യ തയ്യാറാകുന്നില്ല. ദൈവവചനത്തിന് അനുസരണക്കേട് കാണിക്കുന്നു, പാപം കാണിക്കുന്നു. ഇത് നിങ്ങൾ ഭാര്യമാർ ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ വിശുദ്ധരാകാൻ തുടങ്ങുന്നു. അവരധികം പാപം ചെയ്യേണ്ടി വരത്തില്ല. ഇനി പറയുകയാണ്, എന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. കേട്ടല്ലോ, ഭാര്യയല്ല ഭർത്താവിൻ്റെ ശിരസ്. ഭർത്താവിൻ്റെ തലയെ കയറിയിരിക്കാനായിട്ട് കർത്താവ് അനുവാദം തന്നിട്ടില്ല. ഭർത്താവിനെ ഭരിക്കാനായിട്ട് ഭാര്യയ്ക്ക് കർത്താവ് അനുവാദം തന്നിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഞാനൊരു പഴഞ്ചൻ മനുഷ്യനാണെന്നോ. അല്ലല്ല, നിങ്ങൾ വചനം മുഴുവൻ കേൾക്കണം. ദൈവത്തിന് വചനം മാറ്റി പറയാൻ പറ്റുമോ? ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താവ് പറഞ്ഞ 10 കാര്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം മാത്രം അനുസരിച്ചാൽ പോരാ. 10 നല്ല കാര്യം പറഞ്ഞാൽ ആ നല്ല കാര്യം മുഴുവൻ അനുസരിക്കണം. ഭർത്താവ് പാപം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഭർത്താക്കന്മാര് പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും ഒരു ഭാര്യ വിധേയപ്പെട്ട് ജീവിക്കണം. ഇതാ ദൈവം പറയുന്നത്. ഇനി ഭർത്താക്കന്മാരെ നോക്കി ദൈവം പറയാണ്, എന്നെ ശ്രമിക്കുന്ന പ്രിയ ഭർത്താക്കന്മാരെ നിങ്ങളിത് കേൾക്കണം. ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്ത പോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഇവിടെ പലപ്പോഴും ഭർത്താക്കന്മാർ പരാജയപ്പെട്ടു പോകുന്നു. തന്നെ പോലെ സ്നേഹിക്കുവാനായിട്ട് അത് പറ്റാതെ വരുന്നു. ഭാര്യ ഒരു 2ാമത്തെ പൗരിയായിട്ട് കണക്കാക്കപ്പെടുന്നു.
പല ഭർത്താക്കന്മാരും ചെയ്യുന്നത് തൻ്റെ അമ്മയെക്കാളും തൻ്റെ അപ്പനേക്കാളും തൻ്റെ പെങ്ങളന്മാരെക്കാളും അല്ല അനിയന്മാരെക്കാളും ചേട്ടക്കാരെക്കാളും ഒരു താഴെയുള്ള സ്ഥാനമേ ഭാര്യയ്ക്ക് കൊടുക്കാറുള്ളൂ. അത് വലിയ പാവമാണ്. ദൈവത്തിൻ്റെ ഒരു ക്രമീകരണം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിവാഹം എന്ന കൂദാശ നടക്കുന്ന അന്നു മുതൽ അപ്പനും അമ്മയും കൂടപ്പിറപ്പും അല്ല വലുത്. കർത്താവ് കഴിഞ്ഞാൽ ഭാര്യയാണ്, അത് തിരിച്ചറിയണം. ഇനി ഇവർക്ക് മക്കളുണ്ടായി കഴിയുമ്പോൾ മക്കൾക്കാണ് അടുത്ത സ്ഥാനം. അത് കഴിഞ്ഞിട്ടേ ജന്മം തന്ന അപ്പനും അമ്മയ്ക്കും കൂടപ്പിറപ്പുകൾക്കും ബന്ധുക്കൾക്കുമുള്ളൂ. ഇത് ബന്ധുക്കളും തിരിച്ചറിയണം. തങ്ങളുടെ മകൻ, തങ്ങൾ ജന്മം കൊടുത്ത മകൻ വിവാഹം കഴിക്കുമ്പോൾ അവനെ പൂർണ്ണമായിട്ടും അവൻ്റെ ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകണം. അവൻ്റെ മേലെ സ്വാധീനം ചെലുത്തരുത്. അവൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവൻ്റെ ഇടയ്ക്ക് കയറി ചെല്ലരുത്. അതുപോലെ പെൺമക്കളെ കെട്ടിച്ചു വിടുന്ന മാതാപിതാക്കളും ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ മകളെ പ്രസവിച്ചു വളർത്തി ജന്മം കൊടുത്തു, കെട്ടിച്ചു വിട്ടതോടുകൂടി അവളുടെ വീട് ഇതല്ല. അവൾ ഏത് വീട്ടിലാണോ കല്യാണം കഴിഞ്ഞ് ചെല്ലുന്നത് അതാണ് അവളുടെ വീട്. അത് പറഞ്ഞു കൊടുക്കണം. മോളെ, ഇന്നു മുതൽ നിന്റെ വീട് ഇതല്ല. നിന്റെ വീട് നിന്റെ ഭർത്താവിൻ്റെ വീടാണ്. അവിടെ നിന്റെ ഭർത്താവിൻ്റെ അപ്പനെയും അമ്മയെയും കൂടപ്പിറപ്പുമാരെയും നിന്റെ അപ്പനെയും അമ്മയെയും കൂടപ്പിറപ്പുമാരെയും പോലെ സ്നേഹിക്കണം. ഇതാണ് ചെയ്യേണ്ടത്. ഇന്ന് പലപ്പോഴും അങ്ങനെയല്ല. എങ്ങനെ ഭർത്താവിനെ അവൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കൂടപ്പിറപ്പുകളിൽ നിന്നും എത്രയും പെട്ടെന്ന് അകറ്റിക്കൊണ്ടുപോയി മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാം, ഇതാണ് ചിന്ത. ഭർത്താവിനെ തന്നെ ഡീൽ ചെയ്യാൻ പാടാ, പിന്നെയല്ലേ ഭർത്താവിൻ്റെ അപ്പനെയും അമ്മയും കൂടപ്പിറപ്പുകളെയും. കല്യാണം ആലോചിക്കുമ്പോഴേ പലരും പറഞ്ഞു നോക്കും, അപ്പനില്ലെങ്കിൽ സന്തോഷം, അമ്മയില്ലെങ്കിൽ വീണ്ടും സന്തോഷം. ഇനി ഭർത്താവിന് പെങ്ങന്മാരില്ലെങ്കിൽ അത്രയും കുറച്ച് പോരെടുത്താൽ മതിയല്ലോ, നാത്തുംപോരിൻ്റെ ആവശ്യമില്ലല്ലോ, അമ്മായിമ്മപ്പോരിൻ്റെ ആവശ്യമില്ലല്ലോ, എത്ര അംഗം കുറഞ്ഞിരിക്കാമെങ്കിൽ അത്രയും നല്ലത്. ഇതല്ല ദൈവം ആഗ്രഹിക്കുന്ന വിവാഹമെന്ന കൂദാശ ജീവിതം. രണ്ട് കുടുംബങ്ങളെ കൂട്ടിച്ചേർക്കുന്നതാണ് വിവാഹമെന്ന കൂദാശ. ഭാര്യയും ഭർത്താവിനെയും മാത്രമല്ല, ഭാര്യയുടെ കുടുംബത്തെയും ഭർത്താവിൻ്റെ കുടുംബത്തെയും സ്നേഹത്താൽ കൂട്ടി യോജിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് വിവാഹമെന്നുള്ള കൂദാശ. ഇനി ബാക്കി പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഭർത്താക്കന്മാരെ, ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നവണ്ണം സ്നേഹിക്കണം. അറിഞ്ഞുകൊള്ളുക, ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. വിവാഹം കഴിഞ്ഞ പ്രിയപ്പെട്ട ചേട്ടന്മാരെ, നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. നിങ്ങളെക്കാളും അധികം നിങ്ങളുടെ ഭാര്യയെ സ്നേഹിച്ചാൽ, അവളുടെ ഇഷ്ടം നോക്കിക്കഴിഞ്ഞാൽ, അവളെ സങ്കടപ്പെടുത്താതിരുന്നാൽ, അവൾ അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും വിട്ടിട്ടാണ് എന്നോടൊപ്പം വന്നിരിക്കുന്നത്. അവളുടെ കണ്ണ് നിറയാൻ ഇടയാകരുത്. അവളുടെ അപ്പനെയും അമ്മയെ സ്നേഹിക്കണം. അവിടെ കൂടപ്പിറപ്പുമാരെ സ്നേഹിക്കണം. അവർക്ക് വേണ്ട കരുതൽ കൊടുക്കണം. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ചെയ്യണം. അവരുടെ ആവശ്യങ്ങളിൽ കണ്ടറിഞ്ഞ് സഹായിക്കണം, മനമറിഞ്ഞും സഹായിക്കണം. അതാണ് വേണ്ടത്. പ്രിയപ്പെട്ട ചേട്ടന്മാരെ, നിങ്ങളെ വിശ്വസിച്ച് വന്ന ഭാര്യമാരെ നിങ്ങൾ കണ്ണീരിൽ ആഴ്ത്തരുത്. അവർ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമാണെന്നാണ് ദൈവം പറയുന്നത്. ഉൽപ്പത്തിയിൽ നാം കണ്ടു, ആദത്തിൻ്റെ വാരിയെല്ലടത്താണ് ദൈവം ഹൗവയെ സൃഷ്ടിച്ചത്. ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും വാരിയെല്ലാണ് നിങ്ങളുടെ ഭാര്യ. അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. ഭാര്യയെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കണം. അവളെ ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിനൊരു പോറൽ പോലും ഉണ്ടാകാതെ അവൾ ചേർന്ന് നിൽക്കും. നിങ്ങളുടെ ഹൃദയത്തിന് വിഷമമുണ്ടാകാതെ, മനസ്സിന് ദുഃഖമുണ്ടാകാതെ, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങളെ കൂട്ടുകാരെല്ലാം സഹായിക്കേണ്ടത്. ഇതാണ് വലിയൊരു പ്രശ്നം. വിവാഹം കഴിഞ്ഞ പല വ്യക്തികളും ഭാര്യയോട് കൂട്ടുകൂടേണ്ടതിന് പകരം, ഭാര്യയുമായി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതിന് പകരം, കുടുംബത്തിൽ ചെലവഴിക്കേണ്ടതിന് പകരം കവലയിൽ പോയി ചെലവഴിക്കുന്നു, കൂട്ടുകാരുമായിട്ട് സൊറ പറഞ്ഞിരിക്കുന്നു, വീടി വലിച്ചിരിക്കുന്നു, ഇതിലേ നടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ശരിയാണോ? ദൈവം നിങ്ങൾക്ക് കൂട്ടുനിന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. അവരോടാണ് നിങ്ങൾ കൂട്ടുകൂടേണ്ടത്, അവരുടെ ഒപ്പമാണ് ഇരിക്കേണ്ടത്. ഇത് നമ്മുടെ കുടുംബങ്ങളിൽ നടക്കണം. കൂട്ടുകാരല്ല വലുത്, ജീവിത പങ്കാളിയും മക്കളും കുടുംബവുമാണ് വലുത്. നമ്മൾ തിരിച്ചറിയണം. ബന്ധങ്ങൾ അകറ്റാനല്ല പറയുന്നത്, സൗഹൃദം വേണം. അതിനെല്ലാത്തിനും ഒരു അതിർവരമ്പ് നാം ഇടണം. അപ്പനോടും അമ്മയോടും ബന്ധുക്കളോടും കൂട്ടുകാരോടുമുള്ള ബന്ധത്തിന് അകലം സൂക്ഷിക്കണമെന്നല്ല പറയുന്നത്. അതിനേക്കാളും പ്രാധാന്യം സ്വന്തം ജീവിത പങ്കാളിക്കും മക്കൾക്കും കൊടുക്കണം. അവരെ സ്നേഹിക്കണം, അംഗീകരിക്കണം. അവരുടെ കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ, കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞു പ്രവർത്തിക്കുമ്പോഴാണ് ജീവിതത്തിന് വിജയമുണ്ടാകുന്നത്. അതിന് പലരും സഹിക്കേണ്ടി വരും, ത്യജിക്കേണ്ടി വരും. കൂട്ടുകാരോടുള്ള മദ്യപാനം ഉപേക്ഷിക്കേണ്ടി വരും, സിഗരറ്റ് വലി ഉപേക്ഷിക്കേണ്ടി വരും. എൻ്റെ ഭാര്യയ്ക്ക് സിഗരറ്റിൻ്റെ മണം ഇഷ്ടമില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു ഭർത്താവ് അത് ഉപേക്ഷിക്കണം. എൻ്റെ ഭാര്യയ്ക്ക് മദ്യപാനം അത് ഇഷ്ടമില്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭർത്താവ് ഉപേക്ഷിക്കാൻ പഠിക്കണം. അതുപോലെ ഒരു ഭാര്യയും തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് കവലയിൽ പോയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് വീട്ടിലിരിക്കേണ്ട ഭർത്താവ് കൂട്ടുകാരുടെ പുറകെ നടക്കുന്നത്? ഞാൻ സ്നേഹത്തോടെ പെരുമാറിക്കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഭർത്താവിന് കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് വേറെ എവിടെയും പോയി ഇരിക്കുമോ? ഇത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാർ തിരിച്ചറിയണം. വിവാഹം കഴിഞ്ഞ ഒരു ഭർത്താവ്
മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, വീട്ടിൽ ചായ കിട്ടിയില്ലെങ്കിൽ ചായക്കടയിൽ പോയി ചേട്ടന്മാർ കുടിക്കുന്നു. വീട്ടിൽ ചായ കിട്ടണം. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഭർത്താവിനെ എല്ലാ തരത്തിലും സംതൃപ്തനാക്കി ആ ഭർത്താവിന് വേണ്ടതെല്ലാം മറിഞ്ഞു കൊടുക്കാൻ ഒരു ഭാര്യ പഠിച്ചിരിക്കണം. എങ്കിൽ അവളുടെ ജീവിതം, കുടുംബജീവിതം സന്തോഷത്തോടെ പോകും. വീട്ടിൽ പലതും കിട്ടാത്തത് കൊണ്ടാണ് ഭർത്താക്കന്മാർ പലപ്പോഴും പുറത്തു പോകേണ്ടി വരുന്നത്. തിരിച്ചറിയുക, വിവാഹ ജീവിതം എന്ന് പറയുന്നത് ദൈവം കൂട്ടിയോജിപ്പിച്ചതാണ്. വചനം ഇപ്രകാരം പറയുകയാണ്, 30-ാമത്തെ തിരുവചനം, എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ദൈവവചനം പറയുകയാണ്, ഭാര്യയും ഭർത്താവും ഒന്നുചേരും, അപ്പനും അമ്മയും കൂടപ്പുറപ്പുകളും ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറണം. ഇത് നമ്മുടെ കുടുംബത്തിൽ നടക്കണം. ഭാര്യയും ഭർത്താവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കണം. അല്ലാതെ നമ്മൾ അവരുടെ ഇടയ്ക്ക് ഇടിച്ചു കയറി അവരുടെ സന്തോഷം കെടുത്തരുത്. അവർ സ്നേഹിക്കട്ടെപ്പാ, നമ്മൾ എന്തിനാ അവരുടെ ഇടയിൽ കരടായി മാറുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 7-ാമത്തെ അധ്യായം, അതിനകത്ത് വളരെ വ്യക്തമായിട്ട് വചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, നമ്മുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു കാരണം എന്താണെന്ന്. ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യധർമ്മം നിറവേറ്റണം. അതുപോലെ തന്നെ ഭാര്യയുടെ ശരീരത്തിന്റെ മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന് മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സംയമന കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. ഇത് കുടുംബജീവിതത്തിൽ നടക്കണം. ഒരു ഭർത്താവിന് വേണ്ട ശാരീരിക ആവശ്യങ്ങൾ അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് ഭാര്യയും ഭർത്താവും ഒന്നുചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ കൂട്ടി വേണം കുടുംബത്തിൽ സെക്സ് എന്ന് പറയുന്ന കുടുംബജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹം നൽകുന്ന, പരസ്പരം മനസ്സിന് സന്തോഷം നൽകുന്ന, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം നൽകുന്ന സെക്ഷ്വാലിറ്റി എന്ന് പറയുന്നത്. അതില്ല എങ്കിൽ പ്രാർത്ഥനയുടെ പേരിൽ, നോയമ്പിന്റെ പേരിൽ, ഉപവാസത്തിന്റെ പേരിൽ ഭർത്താവിന് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുമ്പോൾ പല ഭർത്താക്കന്മാരും മ്ലേച്ഛ സിനിമ കാണേണ്ടി വരുന്നു, വ്യഭിചാരം ചെയ്യേണ്ടി വരുന്നു, മറ്റു പല പാപങ്ങളുടെയും പുറകെ പോകേണ്ടി വരുന്നു. ഇത് നമ്മുടെ കുടുംബത്തിൽ ഇടയാകരുത്. വിവാഹ ജീവിതം കൂദാശ ജീവിതമാണ്, വിശുദ്ധ ജീവിതമാണ്. ഇതിലൂടെയാണ് വിശുദ്ധരായ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവായ ദൈവമേ, വിശുദ്ധമായ ജീവിതം നയിക്കാനാണ്, വിശുദ്ധിയിലേക്കാണല്ലോ എന്നെ വിളിച്ചത്. കുടുംബജീവിതം കർത്താവിനെ കൂട്ടിയാണല്ലോ ചെയ്യേണ്ടത്. എൻ്റെ വീട്ടിൽ ഞാൻ കർത്താവിനെ കൂട്ടിയാണോ ചെയ്യുന്നത്? പ്രാർത്ഥിച്ചാണോ എല്ലാ കാര്യം ചെയ്യുന്നത്? കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് പ്രാർത്ഥിച്ചാണോ? കുടുംബജീവിതം എന്നുള്ള ആ ഒരു കൂദാശ നയിച്ചുകൊണ്ടുവന്ന് പ്രാർത്ഥിച്ചാണോ? കർത്താവേ ക്ഷമിക്കണമേ. ഇന്നു മുതൽ ഞാനൊരു തീരുമാനമെടുക്കുന്നു. പ്രാർത്ഥിച്ച് നിന്നെ കൂട്ടി എല്ലാ കാര്യവും, നിന്നോട് ആലോചന ചോദിച്ച് എല്ലാ കാര്യം ചെയ്യും. കുഞ്ഞുങ്ങളുണ്ടായ അവരുടെ ഭാവി, അല്ലെ അവരെ പറ്റിയുള്ള നിന്റെ പദ്ധതി, അതിനുവേണ്ടി അത് അന്വേഷിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് എല്ലാ കാര്യം ചെയ്യും. കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാം കുടുംബത്തിൽ നിന്ന് വൈദികർ, കന്യാസ്ത്രീമാർ, ആത്മായ ശുശ്രൂഷകർ, രാജ്യം ഭരിക്കുന്നവർ, നല്ല സാമൂഹ്യ പ്രവർത്തകർ, നല്ല രാഷ്ട്രീയ പ്രവർത്തകർ, നല്ല മനുഷ്യന്മാരുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.